ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ രാഹുൽ ഈശ്വർ. എന്തായാലും അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത് കോടതിയും അംഗീകരിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും കോടതിക്ക് അത് വേണ്ടാന്ന് പറയാൻ കഴിയില്ല. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ നടത്താനുള്ള റൈറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. നമുക്കെല്ലാം അറിയുന്ന പോലെ സർക്കാരിന്റേതായ താല്പര്യങ്ങൾ കാണും, രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും. സോഫ്റ്റ് ഹിന്ദു വോട്ട്സിനോ അല്ലെങ്കിൽ ഹിന്ദു വോട്ട്സിനോ കൂടെ വേണ്ടിയിട്ടാണ്. കേരളത്തില് 27 മുതൽ 29% വരെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. 18 മുതൽ 19% വരെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. അവർ കൂടുതലും UDF-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ കേരള കോൺഗ്രസിനുമാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഹിന്ദു സെന്റിമെന്റ്സിനെ കവർ ചെയ്യാനും ഹിന്ദുക്കളുടെ ഇടയിൽ കൂടെ റീച്ച് ഔട്ട് ചെയ്യാനും കൂടെ വേണ്ടിയാണ് പൊളിറ്റിക്കലി ചെയ്യുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, അതിപ്പോ എല്ലാ പാർട്ടിക്കാരും ചെയ്യാറില്ലേ. അപ്പോ സർക്കാർ നടത്തട്ടെ. ഇനി നടത്തുമ്പോ എല്ലാരെയും കൂടെ വിളിച്ച് നടത്തുക. അതൊരു പാർട്ടി പരിപാടിയായിട്ടല്ല, സ്വാമി അയ്യപ്പന്റെ പരിപാടിയായിട്ട് നടത്തുക. ഇൻക്ലൂസീവ് ആകുക, മതസൗഹാർദ്ദത്തെ ഹൈലൈറ്റ് ചെയ്യുക. അയ്യപ്പനും ബാവരും വെളുത്തയും എന്ന് പറയുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിലൂടെ മുമ്പോട്ട് വരാൻ പറ്റട്ടെ. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ സർക്കാരിന് കഴിയട്ടെ. തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൂടി അങ്ങനെ കൂടി കണക്ട് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ ഇതിനെ? അങ്ങനെയാണല്ലോ. നമ്മൾ അല്ലെന്ന് പറഞ്ഞ ആരെ പറ്റിക്കാനാ? എല്ലാവർക്കും അറിയാമല്ലോ. ഈ അടുത്തൊരു 6-7 മാസത്തിനകം ഇലക്ഷനും കാര്യങ്ങളും വരികയാണ്, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എൻ്റെ ഒരു ഇലക്ഷന്റെ കാര്യങ്ങൾ വരികയാണ്. അപ്പം ഈ വർഷത്തിന്റെ ഇതിലുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പൊ ഇതൊക്കെ അത് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും അമിതമായ പൊളിറ്റിക്സ് കലരാതിരുന്നാൽ മതി. അതോടൊപ്പം ഹൈന്ദവ സംഘടനകൾ എല്ലാരെയും വിളിക്കുക, NSS SNDP വിളിക്കുക. ഇനി ഹിന്ദുത്വ സംഘടനകളുണ്ടെങ്കിൽ അവരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോയി മുമ്പോട്ട് കൊണ്ടുപോയി സർക്കാർ നടത്താൻ കഴിയട്ടെ. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ബെഞ്ചിന് മറ്റൊരു വിധി തരാനും പറ്റില്ല. ഹൈക്കോടതിക്ക് വേറെ എന്ത് വിധി തരാൻ പറ്റും? നടത്തേണ്ടത് പറയാൻ പറ്റൂ? ദേവസ്വം ബോർഡ് നടത്തുകയല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പരമാവധി ഇൻക്ലൂസീവായി നടത്തുക. വേറെ ഒരു വഴികളില്ലാതുള്ളത് സത്യം. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.